നമസ്കാരമുണ്ട് പ്രിയരെ. ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് മഹേഷ്. ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. അതൊരു മഹാഭാഗ്യമാണ്. കാരണം പൊതുജനങ്ങൾ മാത്രമല്ലല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥർ അവർ ഏത് പൊസിഷനിലായാലും വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കണമല്ലോ. ഇന്നത്തെ ഓൺലൈൻ പരീക്ഷയുടെ കാലമൊന്നുമല്ല അന്ന്. വിചാരിച്ചാൽ വണ്ടി ഓടിച്ച് കാണിക്കാതെ തന്നെ ലൈസൻസ് കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന കാലം. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ എന്തിനും ഏതിനും തയ്യാറായി എന്നും കൂടെ ഉണ്ടാകും. കാശിന് പഞ്ഞമില്ല, കള്ളിനും പെണ്ണിനും പഞ്ഞമില്ല. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരായ സ്ത്രീകൾ നേരിട്ടും അവർ വഴിയും എത്രയോ മതിക്കാൻ വന്നിരിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ സേവനം ആവശ്യമുള്ളവർ ഉള്ളതുകൊണ്ട് എല്ലാം ശുഭമായിട്ട് നടക്കും. സർവീസിൽ കയറുന്ന സമയത്ത് ഞാൻ അല്പം പിന്നിലായിരുന്നെങ്കിലും പിന്നീട് സ്വന്തം കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും എല്ലാം കൈപ്പടിയിൽ ഒതുക്കി. അതോടെ കാശും വന്നു, പെണ്ണും വന്നു. പോയ വർഷങ്ങളുടെ നഷ്ടബോധത്തിൽ പിന്നൊന്നും ചിന്തിച്ചില്ല. ഉള്ളിടത്തോളം ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക, അതുമാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെ ജീവിതം ആസ്വദിച്ചു വർഷങ്ങൾ കടന്നു. വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. പക്ഷേ അണ്ണാൻ മൂത്താലും മരം കയറ്റം മാർക്കില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പുതിയ പുതിയ പീസുകൾ വരുമ്പോൾ എങ്ങനെയാ വിട്ടുകളയുക? എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഡോക്ടറും കുടുംബവും താമസിക്കുന്നത്. ഡോക്ടർ എപ്പോഴും ആശുപത്രിയും ജോലിയുമായിട്ട് നടക്കുന്നു. ഭാര്യ ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. എങ്കിലും തിരക്കിൽ കൂടാൻ അത്ര താല്പര്യമില്ലാത്തതിനാൽ മിക്കവാറും വീട്ടിൽ തന്നെയാണ്. അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. ഡോക്ടർ ധർമ്മനും ഭാര്യ ഷീബയും. ഷീബയാണെങ്കിൽ ഒരു ആറ്റം സാധനം തന്നെയാണ്. പക്ഷേ പുറമെ അതിന്റെ ഒരു ഭാവവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒത്തുകൂടും. മിക്കവാറും ഡോക്ടറുടെ വീട്ടിലാണ് കൂടൽ. അവിടെ ഇരുന്ന് അല്പം മദ്യം കഴിക്കുന്നതിൽ ഷീബയ്ക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വല്ലപ്പോഴും കൂടാനും ഷീബയ്ക്കും മടിയുണ്ടായിരുന്നില്ല. ഡോക്ടർക്ക് ഫിലിം കാണുന്നത് ഒരു ഹരമായിരുന്നു. നല്ല ഫിലിം കിട്ടുമ്പോൾ ഞാൻ ഡോക്ടറെ വിളിക്കും. അന്ന് ഡോക്ടർ എൻ്റെ വീട്ടിൽ വരും. നല്ല ഹാപ്പി ആയിട്ടായിരിക്കും തിരികെ പോവുക. ഇടയ്ക്ക് ഞാൻ ഡോക്ടറോട് ചോദിക്കും, അല്ല ധർമ്മ, ഷീബയ്ക്ക് ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണോ? പണ്ടൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാണുമായിരുന്നു. പക്ഷെ എനിക്ക് മിക്കവാറും ഹോസ്പിറ്റലിൽ പോകാനുള്ളതിനാൽ ഒന്നിച്ചിരുന്ന് കാണാൻ ഇപ്പോൾ അത്രയും സാഹചര്യമില്ല. എന്നാലും ഷീബയ്ക്ക് ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ ഡോക്ടറുടെ വീട്ടിൽ കൂടുമ്പോൾ അവിടുന്നാണ് ഭക്ഷണവും കഴിക്കുന്നത്. ഷീബയാണ് എല്ലാം ഉണ്ടാക്കി തരുന്നത്. നല്ല കൈപുണ്യമുള്ള പെണ്ണ്. ചില ദിവസങ്ങളിൽ ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങളുടെ കൂടൽ കുറെ നീണ്ടുപോകും. വീട് തൊട്ടടുത്തായിരുന്നത് കൊണ്ട് എത്ര രാത്രിയായാലും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഷീബ കിടക്കാനുള്ള നൈറ്റ് ഡ്രസ് ഇട്ട് കാത്തിരിക്കുകയായിരിക്കും. ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുമ്പോൾ ഷീബയുടെ മുഖത്തെ ഭാവം എന്നെ പലപ്പോഴും സംശയത്തിലാക്കിയിരുന്നു. അവൾ എന്നെ പ്രതീക്ഷിക്കുന്നോ എന്നൊരു തോന്നൽ. കള്ളുകുടിച്ചതിന്റെ ആയിരിക്കും എന്ന് സമാധാനിച്ചു. പക്ഷേ അവളുടെ എല്ലാം എന്നിൽ ഒരു പ്രത്യേക ചലനം ഉണ്ടാക്കിയിരുന്നു. ശ്രമിച്ചാൽ കിട്ടും എന്നൊരു തോന്നൽ എനിക്ക്. വീട്ടിൽ പോയി അവളെ ഓർത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് വിടുമ്പോൾ ആ മനസ്സിന് ഒരു സമാധാനമാകും. അപ്പോഴും മനസ്സ് എന്നോട് പറയുമായിരുന്നു, നിനക്ക് അവളെ കിട്ടുമെന്ന്. ഒരു ദിവസം ഡോക്ടറുടെ വീട്ടിൽ ഒത്തുകൂടിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ കാർ ഉണ്ടായിരുന്നെങ്കിലും ഷീബയ്ക്ക് ലൈസൻസ് ഇല്ലെന്ന്. ധർമ്മ, ഇത്രയും നാൾ എന്താ ഇത് എന്നോട് പറയാതിരുന്നത്? ഒരു കാര്യം ചെയ്യും, നാളെ ഷീബയെ ഓഫീസിലേക്ക് വിട്, ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാം. ഷീബയ്ക്കും അത് കേട്ടപ്പോൾ വലിയ ആവേശമായി. ഡ്രൈവിംഗ് അവൾക്ക് അറിയാമായിരുന്നെങ്കിലും ദൂരെയെങ്ങും പോകാറില്ല. കാരണം ലൈസൻസ് ഇല്ലല്ലോ. എത്രയും വേഗം അത് കിട്ടിയാൽ പിന്നെ ഒട്ടും പേടിക്കാതെ വണ്ടിയുമായി ഒറ്റയ്ക്കും പോകാമല്ലോ എന്ന് അവൾ ഓർത്തു. ഞാൻ നാളെ പോകുമ്പോൾ കൂടെ വന്നാൽ മതി, ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിടാം. ശരി മഹേഷേ, അവൾ മറുപടി പറഞ്ഞു. അവൾക്കൊരു ലൈസൻസ് ആയാൽ എന്തിനും ഏതിനും പിന്നെ താൻ കൊണ്ടുപോകേണ്ടി വരില്ലല്ലോ എന്ന് ധർമ്മനും സന്തോഷമായി അതോർത്തപ്പോൾ. ഒത്താൽ നാളെ മുതൽ ഒരു പുതിയൊരു സാധനത്തിന് കൈപ്പിടിയിലാകുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുമുണ്ടായി. ഓരോ ഭാഗ്യം വരുന്ന വഴിയേ. അടുത്ത ദിവസം രാവിലെ ഞാൻ വണ്ടിയുമായി ഷീബയുടെ വീട്ടിലെത്തി. ധർമ്മൻ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. മുഖത്ത് നല്ല തെളിച്ചവും പുഞ്ചിരിയുമായി ഷീബ എന്നെയും കാത്ത് നിൽക്കുകയാണ്. മഹേഷ്, ഒരു ചായ എടുക്കട്ടെ? വേണ്ട ഡോക്ടർ, ഞാൻ കഴിച്ചിട്ടാ വരുന്നത്. എന്തിനായി ഡോക്ടർ വിളി? ഷീബയെന്ന് വിളിച്ചാൽ പോരെ? അല്പം ബഹുമാനം തരാമെന്ന് കരുതി.
ഒരു ഒളിഞ്ഞുനോട്ടത്തോടെ ഞാൻ പറഞ്ഞു. ഓ, അത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ട. സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ, അതങ്ങ് ചെയ്താൽ മതി. ആ, എപ്പോൾ തിരിച്ചു വരാൻ പറ്റും മഹേഷേ? റോഡ് ക്ലിയർ ആണെങ്കിൽ വേഗം പോരാ, അല്ലെങ്കിൽ കുറച്ച് താമസിച്ചേക്കും. ഉച്ചയ്ക്ക് മുൻപ് എന്തായാലും തിരിച്ചെത്താം. ഓക്കെ. ധർമ്മൻ എപ്പോൾ വരും? ഇന്നുച്ചയ്ക്ക് വരില്ലെന്നാ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞെങ്ങാണ്ട് ഏതോ മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം എത്തിയാൽ പോരെ? ആ, ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ കുറെ സമയം ഇവളെ എന്റെ കയ്യിൽ കിട്ടുമെന്ന അറിവ് എന്റെ മനസ്സിൽ വല്ലാതെ സന്തോഷമുളവാക്കി. വീട് പൂട്ടി ഷീബ എന്റെ വണ്ടിയിൽ കയറി. ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് മെല്ലെ ഓഫീസിലേക്ക് പോയി. ആ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു ഷീബ. ഷീബയുടെ ഫോട്ടോ കയ്യിലുണ്ടോ? പുതിയതൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കയറി നമുക്ക് എടുക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും അതിന് വേണമല്ലോ. ഇന്നത്തെ പോലെ ഇൻസ്റ്റന്റ് ഫോട്ടോ ഒന്നും അക്കാലത്തില്ല. സാരമില്ല, ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും വാങ്ങി ഫോമിൽ ഒട്ടിച്ചോളാം. ആ, താങ്ക് യു മഹേഷേ, അവൾ മൊഴിഞ്ഞു. ഞാനൊന്ന് അകത്ത് കയറിയിട്ട് വരാം. ഓഫീസിന് മുൻപിൽ വണ്ടി നിർത്തി ഞാൻ പറഞ്ഞു. അവൾ തലകുലുക്കി. ഫീൽഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ, മഹേഷ് ഇത്ര പെട്ടെന്ന് വന്നോ? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. ഒരു സുന്ദരിയെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിക്കരുതല്ലോ. പെട്ടെന്ന് അവളുടെ മുഖം ചുമന്നു. ഓ, ഞാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നുമല്ല. അതല്ല, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇതുകൂടി കേട്ടതോടെ അവളുടെ മുഖം നല്ലപോലെ തിളങ്ങി. അല്ലെങ്കിലും പ്രശംസ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളില്ലല്ലോ. ഈ മഹേഷിന്റെ ഒരു കാര്യം. അവൾ മെല്ലെ മൊഴിഞ്ഞു. ശരി ശരി, നമുക്ക് ടെസ്റ്റിങ്ങിന് പോകാം. എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് ഏതെങ്കിലും ആളൊഴിഞ്ഞ വഴിയിൽ പോകാം. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നാണോ മഹേഷ് കരുതിയിരിക്കുന്നത്? അതെനിക്കും കൂടി ബോധ്യപ്പെടണമല്ലോ. അതല്ലേ എന്റെ ജോലി. ഓഹോ, എന്ത് വേണമെങ്കിലും ആകാം, അവൾ പറഞ്ഞു. അത് ശരി, എന്തിനും തയ്യാറായി വന്നിരിക്കുകയാണല്ലേ? എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അതവൾ അർത്ഥം വെച്ച് പറഞ്ഞതല്ലേ എന്നെനിക്ക് തോന്നി. ഞാൻ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. സത്യം പറഞ്ഞതാ, ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. ആളൊഴിഞ്ഞ റോഡാകട്ടെ, ടെസ്റ്റിംഗ് തുടങ്ങാം. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു. ആയിക്കോട്ടെ സാറേ. അവൾ എന്നെ മെല്ലെ ഒന്ന് പിച്ചി. ഞങ്ങൾ ആളൊഴിഞ്ഞ ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. വണ്ടി നിർത്തി ഞാൻ പുറത്തിറങ്ങി. ഇനി ഷീബ ഓടിക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. സന്തോഷത്തോടെ അവൾ പുറത്തിറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു. ഞാനും അകത്ത് കയറി. അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ പോയാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു. ഓ, അങ്ങനെ ആയിക്കോട്ടെ സാർ, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇടയ്ക്കൊരിക്കൽ ഗിയർ മാറിയപ്പോൾ ഒരു സൗണ്ട് വന്നു. അപ്പോൾ ഞാൻ അവളുടെ തുടയിൽ ഒരടി കൊടുത്തു. സൂക്ഷിച്ച് ഗിയർ മാറണം, ക്ലച്ച് നല്ലപോലെ ചവിട്ടി വേണം ഗിയർ മാറാൻ. വേദനിപ്പിക്കാതെ അടിച്ചുകൂടെ സാർ? അവൾ പരിഭവിച്ചു. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകും, എന്നാലും വേദനിപ്പിക്കാതെ ശിക്ഷിച്ചാൽ മതി. എങ്ങനെ പ്രതികരിക്കും എന്ന പേടിയോടെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ മതിയോ? മെല്ലെ അവളുടെ തുടയിൽ ഒന്ന് തലോടി. ആ, ഇങ്ങനെ ആയാൽ കുഴപ്പമില്ല സാർ. അവളുടെ മറുപടി എനിക്ക് അല്പം ധൈര്യം തന്നു. ഞാൻ അവളെ നന്നായി തലോടി. എന്നെ ശിക്ഷിക്കാൻ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ സാർ. എന്റെ മുഖത്ത് നോക്കി ചുണ്ട് കടിച്ചുകൊണ്ട് അവൾ ചെറിയ വിറയലോടെ വിക്കി വിക്കി പറഞ്ഞു. അവൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു എന്നെനിക്ക് തോന്നി. ആളൊഴിഞ്ഞ വഴിയായതിനാൽ സാഹചര്യം എനിക്ക് അനുകൂലമാണെന്ന തിരിച്ചറിവിൽ ഞാൻ ശബ്ദം താഴ്ത്തി ചെവിയിൽ പറഞ്ഞു. തെറ്റ് ചെയ്താൽ ഇനി ഞാൻ ശിക്ഷിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ അവളുടെ തുടയിൽ വീണ്ടും ഒന്ന് തലോടി. എന്നാൽ ഞാൻ ഇനിയും തെറ്റ് ചെയ്യേണ്ടി വരും. അവളുടെ മറുപടി എന്നെ വല്ലാതെ കൊതിപ്പിച്ചു. ഇവിടെ അടുത്ത് എൻ്റെ സുഹൃത്തിന്റെ ഒരു വീടുണ്ട്. താക്കോൽ എൻ്റെ കയ്യില്ല. അവിടെ മറ്റാരുമില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. പെട്ടെന്നാണ് അവളുടെ മുഖം മാറിയത്. അയ്യോ, അതൊന്നും വേണ്ട. പേടിക്കണ്ടെന്നേ, അവിടെ ആരുമില്ല. അടുത്തൊന്നും ആരുമില്ല കാണാൻ. എന്നാലും പേടിക്കണ്ട പൊന്നെ, ഞാനല്ലേ പറയുന്നത്. ഞാൻ പൊന്നാണോ? താൻ പൊന്നാണോന്നോ? താൻ ശരിക്കും പൊന്ന് തന്നെ. പിന്നെ അവളൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്റെ ഫ്രണ്ട് വശം ഉയർന്നു നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. പക്ഷേ അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചിരുന്നു. വളരെ വേഗത്തിൽ റോഡിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി. എന്തു പറ്റി? ഞാൻ ചോദിച്ചു. മഹേഷിന്റെ സുഹൃത്തിന്റെ വീട് ഇവിടെ അടുത്താണെന്നല്ലേ പറഞ്ഞത്? അതെ. അവിടെ വേറെ ആരും ഇല്ലല്ലോ? ഇല്ല. ഉറപ്പ്? അതെ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവൾക്ക് മൂടായി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി വണ്ടിയെടുത്തു. ഒട്ടും താമസിക്കാതെ ആളൊഴിഞ്ഞ ആ വീട്ടിലെത്തി. പരിസരം നന്നായി ബോധ്യപ്പെട്ട ഷീബ
ഒരു മടിയും കൂടാതെ പുറത്തിറങ്ങി. താക്കോലെടുത്ത് ഞാൻ വീട് തുറന്നു. പറയാതെ തന്നെ അവൾ അകത്തേക്ക് കയറി. ഞാൻ അകത്ത് കയറിയ ഉടനെ തന്നെ അവൾ വാതിലിന്റെ കുറ്റിയിട്ടു. അവളുടെ നീക്കങ്ങൾ വളരെ വേഗമായിരുന്നു. പിന്നെ അവിടെ നടന്നത് വലിയൊരു അംഗം തന്നെയായിരുന്നു. ഒടുവിൽ വെട്ടിയിട്ട വാഴത്തട പോലെ രണ്ടുപേരും തളർന്നു വീണു. അങ്ങനെ വീണ്ടും കൂടാമെന്ന ധാരണയിൽ ഞങ്ങൾ അവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി.